പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ഓട്ടത്തിനാവശ്യമുള്ള എനർജി ആയിട്ട് നമ്മൾ കാണും. ദൈവവചനത്തിനകത്ത് സകലവുമുണ്ട്. നമ്മൾ സൗഖ്യത്തിനു വേണ്ടി ഓടി നടക്കുക, സൗഖ്യം വചനത്തിനകത്തും. നാം എന്തൊക്കെ വിടുതലും അത്ഭുതവും ആഗ്രഹിക്കുന്നു അത് മുഴുവനും ദൈവവചനത്തിലുണ്ട്. നമ്മുടെ അത്ഭുതത്തിനു വേണ്ടി നമ്മൾ ഒരിടത്ത് ഓടി നടക്കേണ്ട കാര്യമില്ല. ആ അത്ഭുതം നമ്മളിൽ തന്നെ ഉണ്ട്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ അനുഗ്രഹം നമ്മളിലുണ്ട്, സൗഖ്യം നമ്മിലുണ്ട്, വിടുതൽ നമ്മിലുണ്ട്. അത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ വിടുതലിനെയും സൗഖ്യത്തെയും അനുഗ്രഹത്തെയും നമ്മുടേതാക്കി മാറ്റുന്നത് നമുക്ക് നമ്മുടെ തിരിച്ചറിവിലൂടെയാണ്. ക്രിസ്തുവിനുള്ള ബോധ്യമാണ്. ക്രിസ്തുവിനുള്ള ബോധ്യം നമ്മുടെ അവസ്ഥയെ മാറ്റും. ഇന്ന് ലോകത്ത് മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല, അല്ലെ? നമ്മളെല്ലാ മേഖലകളിലും കുതിപ്പിന്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ നോക്കിയാൽ വിദ്യാഭ്യാസ രംഗത്താകട്ടെ, അറിവിലാകട്ടെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാകട്ടെ, എല്ലാ മേഖലകളിലും കുതിപ്പിന്റെ കാലം. പണ്ട് സ്ലോലി വളർന്നുകൊണ്ടിരുന്ന സാഹചര്യങ്ങൾ മാറിയിട്ട് വേഗമുള്ള മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ സാഹചര്യങ്ങളിൽ കാണുന്നത്. എല്ലാ മേഖലകളും കുതിപ്പിന്റെ കാലം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ആ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയും ഉയർച്ചയും ഒക്കെ കണ്ടിട്ട് ഈ കഴിവിൽ എന്തെങ്കിലും അല്പപ്രയാസമുള്ളവരൊക്കെ അങ്ങ് നിരാശപ്പെട്ടു പോകും. എനിക്കെങ്ങും എത്താൻ കഴിയുന്നില്ല, അവരെല്ലാം ഉന്നത നിലയിലായി, അവർ നല്ലപോലെ പഠിച്ചു, അവരുടെ കുടുംബം നല്ല നിലയിലാണ്, അവരുടെ കുഞ്ഞുങ്ങളെ അവർ നല്ലപോലെ ആക്കി, എനിക്കെങ്ങും എത്താൻ സാധിച്ചില്ല. ഫ്രസ്ട്രേഷന്, കുറ്റബോധമോ മനുഷ്യന്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്തേണ്ടതും ആകേണ്ടതും പ്രാപിക്കേണ്ടതും മുഴുവൻ യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്തുവേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്ന കാര്യം. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നുവെങ്കിൽ ആ നടന്ന സംഭവം ഇന്നും ആക്റ്റീവാ, അതിന്നും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ അതിന്റെ നിലവാരത്തിൽ അതിന്റെ പ്രവൃത്തി ക്രിസ്തുവിലുള്ള നാം അത് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവൃത്തി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മുടെ ഉള്ളിലൊരു തിരിച്ചറിവുണ്ടാകണം. അതായത് എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവന്റെ പ്രവൃത്തി എന്നിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ബോധ്യമാണ് എൻ്റെ അകത്ത്. ആ ബോധ്യം എൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾ മാറും. അതായത് നമ്മുടെ അനുഗ്രഹത്തിന് സ്വർഗത്തിലെ പിതാവ് യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ തന്നപ്പോ വചനം ഇങ്ങനെ പറഞ്ഞു, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ പുത്രനും പിതാവും ആ ഒരു വ്യത്യാസം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. പിതാവ് വേറെ, പുത്രൻ വേറെ അല്ല. പിതാവ് തന്നെയാണ്. പിതാവ് തന്നെ, അതായത് സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം യേശുവിന്റെ ശരീരത്തിൽ വസിച്ചത് പിതാവിന്റെ അതേ ആത്മാവ്, പിതാവിന്റെ തന്നെ ആത്മാവാണ് യേശുവിൽ വസിച്ചത്. അതായത് ദൈവജനത്തെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരാനായിട്ട് മോശയെ അഭിഷേകിച്ച അതേ ആത്മാവ്, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിയുടെ മഹാപ്രവൃത്തികളെ പൂർത്തീകരിച്ച അതേ ആത്മാവ്, ചെങ്കടലിനെ വിഭാഗിക്കാനായിട്ട് അവിടെ ചലിച്ച അതേ പരിശുദ്ധം, അതേ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് യേശുവിലും വസിച്ചത്, യേശുവിലും ഉണ്ടായിരുന്നത്. യേശുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. ആ പിതാവിന്റെ അതേ ആത്മാവിനെ യേശുവിലാക്കി ആ യേശുവിനെ പിതാവായ ദൈവം നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഏൽപ്പിച്ചു തന്നു എങ്കിൽ, ഒരു കോംപ്രമൈസും ഇല്ലാതെ അവിടെ നമുക്ക് ഒരു വിധത്തിലുള്ള രണ്ടാമത്തെ ചിന്തയുടെ ആവശ്യമില്ല. സംഭവിക്കുമോ ഇല്ലയോ? ഇല്ല, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ
നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സകല വിടുതലും അത്ഭുതവും ജയവും ഉയർച്ചയും സൗഖ്യവും സമൃദ്ധിയും ക്രിസ്തുവിൽ നമ്മിൽ വെച്ചു കഴിയും. അപ്പൊ നമ്മളില് അതിനെ തടയിടുന്നത് എന്താണ്? നമ്മുടെ അറിവില്ലായ്മയാണ് പ്രധാനമായിട്ട്. നാം അതിനെ തിരിച്ചറിയുകയും പ്രാപിക്കുകയും ചെയ്യും. നമ്മളിപ്പോ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതോ ഒരു കാര്യം ആരെങ്കിലും നമ്മുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ പ്രാപിക്കുന്നതിനാണ് നമ്മൾ പ്രാപിക്കുക എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നാം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരിച്ചറിയുക എന്നുള്ളത്, തിരിച്ചറിവ് പ്രാപിക്കുക എന്നുള്ളത്. പ്രാപിക്കാനായിട്ട് നമുക്ക് വേണ്ടത്, നാം പ്രാപിക്കേണ്ടതെല്ലാം എന്നിലുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്ത് കഴിയും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന, അതിന് വേറെ സംശയമൊന്നുമില്ല, അതിന് വേറെ മാറ്റമില്ല, അതിന് വേറൊരു ഡൗട്ടും കൺഫ്യൂഷനും ഒന്നുമില്ല. അത് കറക്റ്റാ. അപ്പൊ ആ ഒരു വ്യക്തമായ ആ ദൈവപ്രവൃത്തിയുടെ തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറും. നമ്മൾ ഒരിക്കലും നിരാശപ്പെടത്തില്ല, നമ്മൾ ഒരിക്കലും പതറിപ്പോകത്തില്ല, തളർന്നു പോകത്തില്ല. നമ്മള് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തന്നെ കർത്താവ് നമ്മളെ പോകും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അതിന് മാറ്റമില്ല. അപ്പൊ ആ തിരിച്ചറിവാണ് നമ്മൾ പ്രാപിക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിൽ 45-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒന്നാമത്തെ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പൊ അവിടെ ഒടുക്കത്തെ ആദാം, ആദാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പ്രതിനിധിയായിട്ടാണ്. നിങ്ങളുടെയും എന്റെയും പ്രതിനിധി എന്ന നിലയിൽ വേണം മനസ്സിലാക്കാൻ. അപ്പൊ യേശുക്രിസ്തുവിനെ ഒടുക്കത്തെ ആദാമായിട്ടാണ് ഇവിടെ ബൈബിൾ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒടുക്കത്തെ ആദാം. അതായത് യേശുക്രിസ്തുവിനെ ദൈവം ആത്മാവിനാലെ ഭൂമിയിലേക്ക് അയച്ചത്, നമ്മൾ അങ്ങനെയാണ് വചനത്തിൽ കാണുന്നത്. എന്നാൽ ആദ്യത്തെ ആദാമിനെ നമ്മൾ കാണുന്നത് നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യനെ എടുത്തു, അവന്റെ മൂക്കിൽ ശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നവനായ മനുഷ്യൻ, ദേഹി മനസ്സുകൊണ്ട് കാര്യങ്ങളെ ചിന്തിക്കുന്നവന്, കാര്യങ്ങളെ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നവനായിട്ട് അവൻ മാറിയപ്പോൾ അവനിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തൻ്റെ സെൻസ് കൊണ്ട് കാര്യങ്ങളെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പിശാചിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ ആദ്യം മുതൽ കൊലപാതകൻ എന്നാണ്. കൊലപാതകൻ. ഈ കൊലപാതകൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജഡത്തിന്റെ ചിന്ത മരണം. അതായത് ആദമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ ആദം ചിന്തിക്കേണ്ടിയിരുന്നത് ആത്മാവിലായിരുന്നു. എന്നാൽ ആത്മാവിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിൽ താൻ ആരാണെന്ന് മനസ്സിലാവും. ആത്മാവിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ആത്മാവിൽ താൻ ആരാണെന്ന് മനസ്സിലാക്കും. ആത്മാവിൽ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ജഡപ്രകാരം നോക്കിയാൽ അവൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. അപ്പൊ പിശാച് ചെയ്ത കാര്യം, സർപ്പം ചെയ്ത കാര്യം, ഹവയോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെയാകും. എന്താണ് അതിനർത്ഥം? അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നിനക്കുള്ള പോലെ ശരീരമില്ല. നീ ശരീരത്തില്ല, യു ആർ ലിമിറ്റഡ്. നിലത്തു നിന്നെടുത്തൊരു ശരീരം ഉണ്ടല്ലോ നിനക്ക് ഭക്ഷണം കഴിക്കണം. കർത്താവ് തന്നെ പറഞ്ഞു, നിലത്തെ എല്ലാ ഭക്ഷണവും കഴിക്കാം. ഇപ്പൊ ദൈവത്തിന് ഈ ഭക്ഷണത്തിന്റെ ആവശ്യമോ? ദൈവം 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറഞ്ഞ ഈ കർത്താവ് സൃഷ്ടിച്ചല്ലോ ദിവസങ്ങൾ. ആ ദിവസങ്ങളുടെ പരിധിക്കകത്തല്ല ദൈവം ഇവിടെ തോട്ടത്തിലെ ജോലിയെല്ലാം ചെയ്യണം. അതിന്റെ ആവശ്യമില്ല ദൈവത്തിന്.
അപ്പൊ നിനക്ക് ദൈവത്തെ പോലെ ആകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ പഴം പറിച്ചു തിന്നണം. അപ്പൊ ഇതുവരെ നീ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നിന്നെ ദൈവത്തെ പോലെ ആകുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അപ്പൊ നീ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ജോബ് ചെയ്യണം, ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യണം. എങ്കിലേ നിനക്ക് എന്താകാൻ സാധിക്കൂ? ദൈവത്തെ പോലെ ആകാൻ സാധിക്കും. പിശാച് കൊടുത്ത തെറ്റായ ചിന്ത, അത് ആദമിന്റെ ഉള്ളില് ആത്മാവിൽ താൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം ജഡപ്രകാരം അവന്റെ ലിമിറ്റേഷനും പരിമിതികളെയും കാണിച്ചു കൊടുക്കാനിടയിൽ. അപ്പൊ അവന്റെ പരിമിതികളെയും അവന്റെ കുറവുകളെയും, ജഡപ്രകാരമുള്ള അവന്റെ പരിമിതികളെയും അവന്റെ കുറവുകളെയും ചൂണ്ടിക്കാണിച്ചു. ദൈവത്തെ പോലെ ആകണമെങ്കിൽ, നന്മതിന്മകളെ കുറിച്ച് നിനക്കറിയില്ല, അത് അറിയണമെങ്കിൽ നിന്റെ കണ്ണ് തുറന്നിട്ടില്ല, നീ കണ്ണ് തുറക്കണം എങ്കിൽ ഇത് കഴിക്കണം. അപ്പൊ അവിടെ ജഡത്തിൽ ചിന്തിപ്പിച്ചതാണ് മരണം. ഇന്ന് ലോകം അങ്ങനെയാണ്. നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ജഡപ്രകാരമാണ് ചിന്തിക്കുന്നത്. ജഡത്തിന്റെ ചിന്തയാണ് മരണം. ആത്മാവിൽ താൻ ദൈവത്തെ പോലെയാണ് എന്ന് ആദാം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ദൈവത്തെ പോലെ ആകാനായിട്ട് പഴം പറിക്കത്തില്ല, കണ്ണു തുറക്കാനായിട്ട് പഴം പറിച്ച് തിന്നത്തില്ല, ആ പഴം ഭക്ഷിച്ചിരിക്കത്തില്ല ഒരു കാരണവശാലും. പക്ഷെ ദൈവത്തിന് അനാദി തീരുമാനം അതിനകത്തുണ്ട്. ക്രിസ്തുവേശുവിലൂടെ സൃഷ്ടിയുടെ മുഴുവൻ വീണ്ടും ചേർക്കപ്പെടുന്നത് കർത്താവിന്റെ പദ്ധതിയായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ അത് പറയുന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനത്തില് ആ വാക്യം നമുക്ക് ഞാൻ ആ വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 10-ാം വാക്യം. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പൊ ആ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പദ്ധതിയിട്ടിരുന്നു. കർത്താവ് ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നാൽ പിശാച് ആദമിന്റെ ജീവിതത്തിൽ ഉണ്ടായ മരണം, അത് വചനം യേശു പറഞ്ഞത് പിശാച് ആദ്യം മുതൽ കൊലപാതകം. പിശാച് ചെയ്ത ഏറ്റവും വലിയ കൊലപാതകം ഇതാണ്. എന്താണ്? ജഡത്തിൽ ചിന്തിക്കാനായിട്ട് ആദമിനെ ഫോഴ്സ് ചെയ്തു, ആദമിനെ പ്രേരിപ്പിച്ചു ജഡത്തിൽ ചിന്തിക്കാനായിട്ട്. ജഡത്തിൽ ചിന്തിച്ചവനായ ആദാം, ജഡപ്രകാരം കാര്യങ്ങളെ ചിന്തിച്ചവനായ ആദാം, അവിടെയാണ് മരണം ഉണ്ടാകുന്നത്. മരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരീരത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം എന്ത് സ്ഥാനത്തിൽ ജീവിക്കണമോ ആ സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് മരണം. അതായത് ആദാം താൻ ദൈവത്തെ പോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിവോടെ ജീവിക്കേണ്ട വ്യക്തി അങ്ങനെ അല്ല എന്ന ചിന്തയിൽ മനുഷ്യമായി താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയതിന്റെ പേരാണ് ഡെത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് മരണമെന്ന് കേൾക്കുമ്പോൾ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി ചേർന്നിരിക്കുകയാണ് എന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പഴം പറിച്ച് തിന്ന് അത് ഭക്ഷിച്ച് ജീവൻ നഷ്ടപ്പെട്ട ആദം, അതായത് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. സങ്കീർത്തനം 8:5 പറയുന്നത്, 8:4 പറയുന്നത്, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ മനോഹാരിത എല്ലാം വർണ്ണിച്ചിട്ട് പറയുക, ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യനെ ചിന്തിക്കേണ്ടതിന്, മനുഷ്യനെ കുറിച്ച് നീ ഓർക്കേണ്ടതിന് എന്തുമാത്രം ഒന്നുമില്ല. കാരണം ഈ സൃഷ്ടിയുടെ മനോഹാരിത കണ്ടാൽ മനുഷ്യനൊന്നുമില്ല. പക്ഷെ അവനെ നീ സൃഷ്ടിച്ചു, നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽക്കീഴാക്കി. 6-ാം വാക്യം പറയും, സകലതും അവന്റെ കാൽക്കീഴാക്കി. അപ്പൊ അങ്ങനെ സകലതും കാൽക്കീഴാക്കി കൊടുത്തവനായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ എല്ലാ സൃഷ്ടികളിലും തൻ്റെ ശക്തിയെ പ്രദർശിപ്പിച്ചു. എന്നാൽ തൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തിയത് മനുഷ്യന്. ആ മനുഷ്യനാണ് പാപം ചെയ്ത് വീണുപോയത്. ആ മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള സാദൃശ്യം, ആ സ്ഥാനം അവന് നഷ്ടപ്പെട്ടു. അത് പാപം ചെയ്ത് അവൻ അത് നഷ്ടപ്പെട്ടു.
അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇപ്പോഴ് ഇവൻ നമ്മിൽ ഒരാളെ പോലെ ആയിരിക്കും. കൈ നീട്ടി തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത് എന്ന് കർത്താവ്. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, ഈ പഴം പറിച്ച് തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ, നേരെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതാണ്, ഒരിക്കലും മനുഷ്യൻ എന്നേക്കും ജീവിക്കരുത് എന്നാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് നല്ലപോലെ ഒന്ന് നിർത്തി ഒന്ന് വായിച്ചേ. ഈ പഴം പറിച്ചു തിന്ന്, കൈ നീട്ടി പഴം പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്. കാരണം ഇവൻ എന്നേക്കും ജീവിക്കേണ്ടത് ഇവന്റെ കൈ നീട്ടുന്നതിലൂടെയോ ഇവൻ പ്രവർത്തിക്കുന്നതിലൂടെയോ ഇവൻ പഴം പറിച്ച് തിന്നുന്നതിലൂടെയല്ല, ഞാൻ അവന് നിത്യജീവൻ കൊടുക്കും. അപ്പോൾ ഇപ്പൊ എന്ത് സാധ്യതയില്ല? ഞാൻ കൊടുക്കുന്ന നിത്യജീവനെ പ്രാപിക്കത്തക്കവണ്ണം ഇവന്റെ മനസ്സൊരുങ്ങിയിട്ടില്ല. കാരണം ഇവന്റെ അകത്ത് കുറ്റബോധം കയറി, ഭയമോ. ഈ സമയത്ത് അവൻ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? അടുത്ത റെമഡി നോക്കും. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അടുത്ത റെമഡി നോക്കും, കുറുക്കുവഴി നോക്കും. അപ്പൊ പഴം പറിച്ച് തിന്നും. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം നിത്യജീവനിലേക്ക് പോകാൻ തന്നെ. അത് ഈ പഴം പറിച്ച് തിന്നുക, ഇതിനെല്ലാം നമ്മൾ ഈ അക്ഷരഭാഷയിൽ തന്നെ മനസ്സിലാക്കുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ തിരിച്ചു വേണം. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന മനുഷ്യൻ നിത്യജീവനോടെ തന്നെ ഇരിക്കണമെന്നാണ്, നിത്യമായി ജീവിക്കണം തന്നെ. എന്നാൽ കുറ്റബോധത്തോടു കൂടിയല്ല, ഭയത്തോടു കൂടിയല്ല, ആരുടെയും അടിമയായിട്ടുമല്ല. അടിമയാകുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്ന് ഈ പാപം ചെയ്ത നിമിത്തം മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ച കാര്യമാണ് ഭയം. ഈ ഭയമുള്ള മനുഷ്യനില് നിശ്ചയമായിട്ടും പ്രാഗൽഭ്യമില്ല. അവന് ധൈര്യമായിട്ട് നിൽക്കാനോ ഒരു വ്യക്തിയോട് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു പ്രാപ്തി ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പിശാചിന്റെ അടിമയായിട്ട് മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ജീവിക്കും. കർത്താവിന്റെ ആഗ്രഹം ഒരു കാരണവശാലും മനുഷ്യൻ പിശാചിന് അടിമയായി ജീവിതകാലം തള്ളി നീക്കരുത്. അത് കർത്താവിന്റെ ആഗ്രഹം. ഒന്ന്, ഞാൻ കൊടുക്കുന്ന നിത്യജീവൻ, എന്നിൽ നിന്നുള്ള നിത്യജീവൻ, എന്റെ ജീവൻ മനുഷ്യൻ പ്രാപിക്കണം. ഒന്ന്. രണ്ട്, ഇവനെ വീഴ്ത്തിക്കളഞ്ഞ് ഉപായത്താൽ ചതിച്ച ഈ പിശാചിനെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റണം. മൂന്ന്, മനുഷ്യന്റെ അകത്തൊരു ബോധ്യം കൊടുക്കണം, മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. ഈ ബോധ്യം കൊടുക്കണം. അപ്പൊ ഈ മൂന്ന് കാര്യം വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് യേശു വന്നിട്ട് പറഞ്ഞത്, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി, ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്, അതിനെ ഞാൻ വന്നു. അപ്പൊ ആ അബണ്ടൻസ് ഓഫ് ലൈഫ്, ആ ലൈഫിന്റെ അബണ്ടൻസ് മനുഷ്യർ അനുഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്റെ ജീവൻ പ്രാപിക്കണം. എന്റെ ജീവൻ. ഇന്ന് നിങ്ങളിലും എന്നിലും ഇരിക്കുന്നത് കർത്താവിന്റെ ജീവൻ. ആ കർത്താവ് പറഞ്ഞ കാര്യമാണ്. നമുക്ക് ആ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 22-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ഇപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് അവൻ എന്നേക്കും ജീവിക്കരുത് എന്നുള്ളത് കർത്താവ് അവിടെ പറഞ്ഞു. ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു. പക്ഷെ കർത്താവ് എന്റെ 3-ാം അധ്യായത്തില്, വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവ് ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം, 1-ാമത്തെ അധ്യായത്തിലാണ്, എന്റെ 2-ാം അധ്യായം 7-ാം വാക്യം, അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ എന്ത്? ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്.
അപ്പൊ കർത്താവ് ജീവവൃക്ഷത്തിന്റെ ഫലം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. പക്ഷെ ആ ജീവവൃക്ഷത്തിന്റെ ഫലം മനുഷ്യൻ ഭക്ഷിക്കണമെങ്കിൽ മനുഷ്യൻ ജയിക്കണമായിരുന്നു. എന്തിനെ ജയിക്കണം? പിശാച് കൊണ്ടു തന്ന ചിന്തയെ ജയിക്കണമായിരുന്നു. ദൈവത്തെ പോലെ ആകാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട, ഞാൻ ഈ പഴം പറിച്ച് തിന്നണ്ട, പുറമെ ഞാൻ ശരീരത്തിലാണെങ്കിലും അകമേ ഞാൻ ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആ ദൈവാനുരൂപമായി ഞാൻ അകത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നത് തിരിച്ചറിവോടുകൂടെ മനുഷ്യൻ ജീവിക്കുന്നതിന്റെ പേരാണ് നിത്യജീവൻ. ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന വലിയ തിരിച്ചറിവ് അതാണ്. പുറമെ ഞാന് മാനുഷികമായ ഒരു വ്യക്തിയാണ്, പക്ഷെ അകത്ത് ഉയരത്തിലെ ജീവൻ ചുമക്കുന്നു. ദൈവത്തിന്റെ ജീവൻ എൻ്റെ അകത്തിരുന്നു. പുത്രനുള്ളവന് ജീവൻ. ആ ദൈവത്തിന്റെ ജീവൻ ചുമക്കുന്ന നിങ്ങളും ഞാൻ, ആ ദൈവത്തിന്റെ ജീവനെ വഹിക്കുന്ന നിങ്ങൾ ഞാൻ ഒരിക്കലും ഒരിടത്തും നമ്മൾ തോറ്റുപോകത്തില്ല. ഒരിടത്തും നമ്മൾ തോറ്റു. അത് ദൈവത്തിന്റെ പ്രോമിസാ, അതിന് സംശയമില്ല, അതിന് മാറ്റം ഉണ്ടാകത്തില്ല, ഒരു മാറ്റവും. നമ്മുടെ ഈ ഒരു ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ, അറിവില് നമ്മുടെ സോൾ, നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറഞ്ഞ് തിരിച്ചറിവ് പ്രാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഹിതം എന്നെ കുറിച്ച് ഏറ്റവും നല്ലതാണ്. സൗഖ്യം ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയാണ്. ഉയർച്ച ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയാണ്. അഭിവൃദ്ധി ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയാണ്. നീതി ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ആർക്കാണ്? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ, പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആർക്കാ? ജയിക്കുന്നു. ആരാ ജയിക്കുന്നവൻ? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ജയിച്ചവന്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, 5-ാം അധ്യായം 4-ാം വാക്യം, ഈ വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനാണ് ജയിച്ചവൻ. അപ്പൊ ജയിക്കുക, ആരാണ് ജയിക്കുന്നത്? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവൻ. അതായത് യേശുവിനെ ഒരു വ്യക്തി ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരും ദൈവ മക്കളാണ്. They are also sons of God. അപ്പൊ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചതിലൂടെ നമ്മളും ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. അപ്പൊ ആരാണ് ജയിക്കുന്നവൻ? തന്നെ തിരിച്ചറിയണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്. നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ സ്വരൂപത്തെ ചുമക്കുന്നവനാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തെ വഹിക്കുന്നവനാണ്. ദൈവത്തിന്റെ ജീവൻ എൻ്റെ അകത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ പുറമേ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും ജയിക്കേണ്ടത് അകമയുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ അകത്തൊരു തിരിച്ചറിവ് ഉണ്ടാകണം, യേശുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. അകമയുള്ള തിരിച്ചറിവ്. അതെ, ആദാമ്യ പാപത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മരണം എന്നെ വിടുവിച്ചതുകൊണ്ട് ആ ശാപനിമിത്തം വന്ന രോഗത്തിനോ, ദാരിദ്ര്യത്തിനോ, പരാജയത്തിനോ, ഭയത്തിനോ, നിരാശകൾക്കോ, കുറ്റബോധത്തിനോ എൻ്റെ മേൽ അധികാരമില്ല. പൗലോസ് പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യൻ. അതെ, അതായിരുന്നു പഴയ അവസ്ഥ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. എൻ്റെ അരിഷ്ടതയും മാറ്റി ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിനകത്ത് നാം അഭിമുഖീകരിക്കുന്ന സകല വെല്ലുവിളികളെയും മറികടക്കേണ്ടത് പ്രത്യേകമായ ചില പ്രാർത്ഥന ക്രമങ്ങളോ, പ്രത്യേകമായ ചില ശുശ്രൂഷകളോ, ഉപവാസമോ, പ്രാർത്ഥനകളോ, പ്രത്യേകമായ ചില ചടങ്ങുകളിലൂടെ അല്ല, തിരിച്ചറിവിലൂടെ. സത്യം നിങ്ങൾ അറിയും,
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അത് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. മറക്കരുത്. അപ്പൊ നമ്മുടെ രോഗസൗഖ്യം എവിടെയായിരിക്കും? ഈ തിരിച്ചറിവിൽ. എന്താണ്? ആരാണ് ജയിച്ചവൻ? ജയിച്ചവൻ യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ചവൻ. ആരാണ് ജയിച്ചവൻ? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ചതിലൂടെ ഞാനും ദൈവത്തിന്റെ മകനാണ് എന്ന് തിരിച്ചറിവ് ലഭിച്ച ആളാണ് ജയിച്ചവൻ. ജയിച്ചവനുള്ളതാണ് നിത്യജീവൻ. അതെ, ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടാകട്ടെ. ഒരു ശാപവും ഒരു തിന്മയും ഒരു പ്രതികൂലവും എന്നെ തൊടത്തില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ തിരിച്ചറിവ് നിങ്ങളുടെ സൗഖ്യമായി, വിടുതലായി, ജയമായി ഇന്ന് മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ അവരിൽ സംഭവിക്കട്ടെ. എല്ലാ ഭാരങ്ങളും, എല്ലാ നിരാശകളും, എല്ലാ രോഗങ്ങളും തിരിച്ചറിവ് നിമിത്തം മാറിപ്പോകട്ടെ. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. അവരുടെ ശരീരത്തെ വാഴുന്ന, മനസ്സിനെ വാഴുന്ന, ചിന്തകളെ വാഴുന്ന എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മുറിക്കപ്പെടട്ടെ. കർത്താവ്, അവരുടെ സൗഖ്യം ക്രിസ്തു മുഖാന്തരം അവർക്ക് ലഭിച്ചു എന്ന ബോധ്യം അവർക്കുണ്ടാകട്ടെ. അവരുടെ സമൃദ്ധി ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന് ശാപം, രോഗത്തിന് ശാപങ്ങൾ ഭവനങ്ങൾ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ജീവനും സമൃദ്ധിയും സൗഖ്യവും നന്മയും ഓരോ ഭവനത്തിലേക്ക് ഒഴുകാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ ഫ്രീഡം, സ്വാതന്ത്ര്യം ആ ഭവനങ്ങളിൽ ഒഴുകട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവിന്റെ കരം ആ ഭവനത്തിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി നിൽക്കുന്നത്, കർത്താവ് ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ സാഹചര്യങ്ങളെ അവർ അഭിമുഖീകരിക്കട്ടെ. ജയാളികളാണെന്നുള്ള ബോധ്യത്തിൽ അവർ നിൽക്കട്ടെ. കർത്താവ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രോഗ്രാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പങ്കുവെക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നിശ്ചയമായിട്ടും ആ പുസ്തകം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാനും ഞങ്ങളും ആഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു. കർത്താവ് എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സാഹചര്യങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.